ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൽ അടിപൊളി ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്കൊരു ഇക്വേഷൻ വന്നിട്ടുണ്ട് അല്ലേ, y = a sin ωt - kx ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ω/k എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്റർ വെച്ച് ചെയ്യാൻ സാധിക്കും? നമുക്ക് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് നോക്കണം. നിങ്ങൾക്ക് ഡയമെൻഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് ഉപയോഗിക്കാം. ഞാനിവിടെ യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഈ ωt എന്ന് പറയുന്നത് നമുക്കറിയാം ആംഗിളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ωtയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആയിരിക്കും. അപ്പോൾ ഒമേഗയുടെ യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ഒമേഗയുടെ യൂണിറ്റ് നമുക്ക് റേഡിയൻ പെർ എന്ത് കിട്ടി? സെക്കൻഡ് എന്ന് കിട്ടി. ഇതേപോലെ നിങ്ങൾ നോക്കുവാണ് കെ എക്സും ആംഗിളാണ്. അപ്പോൾ കെ എക്സിൻ്റെ യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് റേഡിയൻ എന്ന് കിട്ടും. അപ്പോൾ കെയുടെ യൂണിറ്റ് എന്താണ്? നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് മീറ്റർ ആയിരിക്കും. അപ്പോൾ റേഡിയൻ പെർ മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനെ നൈസായിട്ട് രണ്ടുപേരെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണേ. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ω/k = നിങ്ങൾ നോക്കിയാടാ, റേഡിയൻ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ റേഡിയൻ പെർ മീറ്റർ. ആ റേഡിയൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വെലോസിറ്റി യൂണിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടിപൊളി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പായി നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും മാക്സിമം കൂട്ടുകാരോട് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.